ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവരെയും ഇന്നത്തെ നമ്മുടെ വീക്ക്ലി ഇന്നർ മീറ്റിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പല ഘട്ടങ്ങളിലായിട്ടുള്ള ഓരോ ആളുകളുണ്ടാവും. ആ തുടക്കത്തിൽ ഫസ്റ്റ് മീറ്റിംഗുള്ളവരുണ്ടാവും, നേരത്തെ 10 ഡിസൈൻ ചാലഞ്ച് ചെയ്ത് തുടങ്ങിയവരുണ്ടാവും, അതിലേക്ക് എത്തുന്നവരുണ്ടാവും, അത് കഴിഞ്ഞവരുണ്ടാവും, പല ഘട്ടത്തിലുള്ള ആളുകളുണ്ടാവും. സ്ക്രീന് കാണാം, നമുക്ക് മാറിയിട്ടുണ്ടോ? സ്ക്രീൻ മാറിയിട്ടുണ്ട് സാർ, കാണാം. താങ്ക് യു. ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ സന്തോഷവും ഒപ്പം വരുമാനവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യാത്രയിലാണ്. അപ്പം നമ്മൾ ഒത്തിരി ആളുകൾ പല ദിക്കിലുള്ളവർ, പല സ്റ്റേറ്റിലുള്ളവരുണ്ട്, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്. അപ്പം നമ്മൾ ആയിരിക്കുന്നത് എല്ലാവരും ഒരേ ഒരു ദിശയിൽ സഞ്ചരിക്കുന്നവരാണ്, ഒരേ ഒരു കാറ്റഗറിയിലുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒത്തിരി ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കുറച്ച് നിയമാവലികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഇതിൽ ആയിരിക്കുന്നത് കൃത്യമായിട്ട് ആ ക്രിയേറ്റിവിറ്റിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൂടെ സന്തോഷം ലഭിക്കണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ സന്തോഷത്തിന് വേണ്ടിയൊക്കെ എന്തൊക്കെ വേണം, അതൊക്കെ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ എംപവർമെന്റ് ആണ്. എന്നിട്ട് നമ്മളിപ്പോ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും, പല ഇതില് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അതേ സ്ഥാനത്ത് സ്കില്ലായിട്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പം പരസ്പരം നമ്മൾ കൈകോർക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഉയരാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി പഠനമാണ് ഇവിടെ നമുക്ക് സാധ്യമാകുന്നത്. മൂന്നാമത്തെ നമ്മളൊരു കോഡ് ഓഫ് ഓണർ പറയുന്നത് ഇന്നവേഷൻ ആണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തുടക്കക്കാരാകുമ്പോൾ അവരിപ്പോൾ നിലവിലുള്ള ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കണ്ട് പരിശീലിച്ചിട്ടാണ് പുതിയ കാര്യത്തിലേക്ക് പോകേണ്ടത്. നമ്മുടെ എപ്പോഴും നമുക്ക് ഒരു ബ്രാൻഡിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പ്രോഡക്റ്റിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്തും അതിലൊരു നമ്മുടേതായ യുണീക്നെസ് വേണം. ആ യുണീക്നെസ് എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ നമ്മൾ നിരന്തരം പരിശീലിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില തോട്ടുകളാണ് നമുക്ക് നമ്മുടെ ബ്രാൻഡിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ചില വശങ്ങൾ. അഞ്ചാമത്തെ കാര്യം നമുക്ക് കൊളാബറേഷൻ ആണ്. നമ്മൾ പരസ്പരം പങ്കിടൽ കൊണ്ടാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും. ആറാമത്തത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ട് ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു പഠനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്, പക്ഷെ നമ്മൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ നമ്മളിപ്പോൾ 10 ഡിസൈൻ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലിപ്പോൾ നമ്മൾക്ക് കയ്യിലുള്ള നമ്മൾ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടക്കക്കാരാണ് പ്രത്യേകിച്ച്. ഒരു പക്ഷെ പലരും ഇതിനെ നമ്മൾ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും. അതിൻ്റെ ടൂളുകളില്ല, അതല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഇല്ല, അതല്ലെങ്കിൽ ആയിട്ടില്ല, ഞാനൊന്ന് നോക്കട്ടെ, കുറെ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറയുന്ന ആളുകളുണ്ടാവും. അത് ഒരു കുറ്റമല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ വളർച്ചയെ തടയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും, നമ്മളിപ്പം ചെറിയ മക്കളൊന്നുമല്ലല്ലോ. അപ്പോൾ കുറച്ച് പെർഫെക്ഷനായിട്ട് കാണിക്കണം, മറ്റുള്ളവർ കാണിക്കുന്ന വർക്കുകൾ ഓക്കെയാണ്, ഞാനത് ചെയ്ത് കാണിച്ചാൽ അല്ലെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു എന്താണ് ഒരു കുറച്ചിലായിരിക്കില്ല എന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ നമ്മൾ മാറ്റി വെക്കുന്നത്. പക്ഷെ അത് നമ്മുടെ തടയുന്ന ഒരു എന്താണ് ഒരു കൊളുത്താണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ അത് എനിക്ക് അയച്ചു തരികയും അത് നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടി മെനക്കെടുകയും വേണം. അപ്പോഴാണ് നമുക്കൊരു വളർച്ച ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഇതൊക്കെ അറിയാം, നമുക്ക് ഓക്കെയാണ്, എല്ലാ കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ എവിടെയും പഠിക്കേണ്ടതില്ലല്ലോ. അപ്പൊ പഠിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു സറണ്ടറാണ്. ഓക്കെ, എനിക്ക് എന്തോ മറ്റുള്ള കാര്യം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടി കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ വിട്ടുകൊടുക്കുന്ന സമയത്താണ്, നമ്മൾ അതുപോലെ ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഒരു വളർച്ച നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ 10 ഡിസൈൻ ചാലഞ്ചിന്റെ ഓരോ വർക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ 10 ഡിസൈൻ ചാലഞ്ചിൽ ഇപ്പൊ ഈ ഒരു വർക്ക് ഇപ്പൊ ഇവിടെ കാണുന്ന ഈ ഒരു ഇപ്പൊ കുറച്ച് ഹൈലൈറ്റിൽ മാർക്ക് ചെയ്ത ഒരു വർക്ക് അപ്പൊ നമ്മുടെ ഒരു പഠിതാവ് അയച്ചു തന്നാണ്. അപ്പോൾ അവ എന്താണ് അവരുടെ ഒരു ഇതിൽ നിന്നുണ്ടാക്കുക, അവര് നേരത്തെ ഉള്ള ഇതിന്റെ താല്പര്യത്തിന്റെ മുകളിൽ ഒന്ന് ആദ്യത്തെ നമ്മളെ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ പരമാവധി മാക്സിമം ആണ് ആ സമയത്ത് അവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ അവരയച്ചു തന്ന പിക്ചേഴ്സിന് ഞാൻ ചില ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ഇന്ന മാറ്റങ്ങളാണ് എൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ
പെർഫെക്റ്റ് ആയിട്ട് വരിക എന്ന് നമുക്ക് മനസ്സിലായാണ്. അപ്പൊ ഇവിടെ എന്താണ് മാറ്റം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ബൊക്കെ ഈ ഒരു ഷേപ്പിലാവുന്ന സമയത്ത്, ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇതിന്റെ ഒരു ഹെഡർ ഭാഗം കുറച്ച് വൈഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ട് റിബൺ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബോട്ടം ഭാഗത്ത് കുറച്ചും കൂടി വൈഡ് ആയിട്ട്, മേലത്തെ അത്ര വേണ്ട, എന്നാൽ കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ട് അതിന്റെ ഒരു പകുതിയെങ്കിലും വരുന്ന സമയത്ത് അതിനൊരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാവും എന്നാണ് അവർക്ക് അതിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ രണ്ടാമത് ചെയ്യുന്ന വർക്ക് ആ രീതിയിലേക്ക് മാറ്റി ചെയ്യാൻ അവർ ശ്രമിക്കും. അങ്ങനെ നിരന്തരം നമ്മളൊരു വിട്ടുകൊടുക്കണം. നമ്മൾ ഓക്കെ, ആ പറഞ്ഞത് എന്തോ കാര്യമുണ്ട് എന്നുള്ള രീതി നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലൊരു വളർച്ച നമുക്കുണ്ടാവും. ഇപ്പോ ഇതിൽ ഒത്തിരി പല സ്റ്റേജുകളിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഒരു ഹെയർ ബെൻഡിന്റെ ഒരു കാര്യം ചെയ്തതാണ്. ഹെയർ ബെൻഡ് മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇതിലെ വർക്കുകൾ ചെയ്ത വർക്കുകൾ എനിക്ക് കൂടി ഷെയർ ചെയ്യും. അപ്പൊ ഇതൊരു ബൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ ബൊക്കെ ഇതിപ്പോ പുറത്തുനിന്നുള്ള ബൊക്കെ കവറുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടുത്തുള്ള പിക്ചറിൽ ഇതും എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാല് ബൊക്കെ കവറുകളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ ഉപയോഗിച്ചത്. ഇപ്പൊ ഇതും എന്താണ്, നമ്മള് ഈ ഇത് ചെയ്തുകൊണ്ടാണ് ഈ പെർഫെക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ കാണുന്നില്ല ഓരോ വർക്കിലും. അപ്പൊ ഇത് ഒരാൾ ചെയ്തതുണ്ടാവും, പല ആളുകൾ ചെയ്തതുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ മറ്റൊരു വർക്കിൽ നോക്കുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന വീട്ടിലുള്ള ചെടി മുറിച്ച് വെക്കുകയാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ, പിന്നെ അത്യാവശ്യം ഒരു ബൊക്കെ കവർ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു ഹെയർ ക്രൗൺ ഉണ്ടാക്കിയതാണ്. ഇതിന്റെയൊക്കെ ട്യൂട്ടോറിയൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ഇപ്പം ലഭ്യമാണ്. അപ്പോൾ ഓരോരുത്തർ സ്റ്റേജിനനുസരിച്ച് മുന്നോട്ട് പോവുക, കാണുക, പരിശീലിക്കുക. ഇപ്പൊ ഇതിൽ നോക്കൂ, ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചത്. ഇവിടെ ന്യൂസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വീട്ടിലുള്ള ചെടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആ ഒരു ഷേപ്പിലേക്ക് ചാലഞ്ച് 1-ലുള്ള ആ ഒരു കാര്യം ചെയ്തതാണ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ ബൊക്കെ കവർ വേണം, അതല്ലെങ്കിൽ ഒറിജിനൽ ഫ്ലവർ വേണം, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് നിന്നിടത്തിലുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആ സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ ടൗണിൽ പോയി നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ അതിന് മെനക്കിടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ലഭ്യമല്ലെങ്കിൽ പിന്നീട് എന്ന് വെച്ച് മാറ്റി വെച്ച് പോവാണ്. പക്ഷെ നമ്മൾ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു തുടക്കമായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് എനിക്ക് അയച്ചു തരുന്ന സമയത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരാൾ കണ്ട് അവരൊരു അഭിപ്രായം പറഞ്ഞു, അതല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇത് കാണിക്കുന്ന സമയത്ത് ഒരാൾ അഭിപ്രായം പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ എനർജി കൂടെ നമ്മൾ വീണ്ടും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇതിപ്പോ ഹെയർ ബെൻഡ് പല രീതിയിലായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതേപോലെ തന്നെ വീട്ടിലുള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ ഇത് റീസെന്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഈ കഴിഞ്ഞ ആഴ്ച പുതിയ വർക്കുകൾ ഒത്തിരി അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വാട്സപ്പിലാണ് ഉള്ളത്. വാട്സപ്പിന്റെ അതിന് ഇപ്പോൾ ടെക്നിക്കലായിട്ട് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പുതിയ വർക്കുകൾ. ഇത് ഒരുപക്ഷെ കണ്ടവരുണ്ടാവും ഈ ഒരു വർക്കുകളൊക്കെ. പക്ഷെ ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം പോയി നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ബ്രൈഡൽ ബൊക്കെയുടെ കാര്യം ചെയ്തതാണ്. ഇത് വെൽക്കം ബൊക്കെ ചെയ്തതാണ്. ഇത് എന്താണ് ഒരു ഓപ്പൺ സ്റ്റൈലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ഫ്ലവർ വെച്ചതിനും അതിന്റെ കളറിന്റെ ഒരു ബാലൻസിങ്ങിനൊക്കെ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഷേപ്പിൽ നമുക്ക് ചോക്ലേറ്റ് ബൊക്കെയും മറ്റുള്ള ബൊക്കെകളൊക്കെ അതിന് പകരമായിട്ട് നമുക്ക് ഗിഫ്റ്റ് വെക്കാം, ചോക്ലേറ്റ് വെക്കാം. അപ്പൊ ഈ ഒരു ബൊക്കയിൽ നമുക്കറിയാം ഇതിന്റെ ഈ ഫ്ലവേഴ്സിനേക്കാളും ഒരു ലെങ്തി ഒക്കെ കൂടുതലുണ്ട്. പക്ഷെ അത് നമുക്ക് ഇവിടെ ഫ്ലവർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ നിലവിൽ നമ്മുടെ ഒരു ഇപ്പോഴുള്ള ഒരു സ്കില്ലിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അത് ചെയ്യുമ്പോഴാണ് അടുത്ത നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറുക നോക്കുക. ഒരു ചോക്ലേറ്റ് ബൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു അഭിപ്രായം കിട്ടുള്ളൂ, ഒരാള് നമ്മളെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പം പെർഫെക്ഷന് വേണ്ടി നമ്മൾ ഒരിക്കലും ഇത് മാറ്റി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് തന്നെ നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരും. അതേപോലെ നമുക്ക് പലരും ഇതിലൊന്നിൽ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന ഇവിടെ ക്രിയേറ്റിവിറ്റിയാണ്.
അപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തെടുക്കുന്ന സമയത്ത് ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇപ്പോൾ എന്താണ് എൻഗേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അനുസരിച്ചാണ് നമ്മൾ പുറത്ത് നമ്മൾ പരിശീലിക്കുക അതല്ലെങ്കിൽ നമ്മൾക്ക് പുറത്ത് കൊടുത്ത് അതിലൂടെ ഒരു മാർക്കറ്റ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഇതൊക്കെ നമ്മളിൽ തന്നെ ആളുകൾക്ക് ഇത് ആവശ്യമുള്ളവരുണ്ടാവും. ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ റിലേറ്റീവിലോ മറ്റോ ഇത് നമ്മളെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നവരില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രയാസമില്ല, ഒരു നഷ്ടവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ തേടിയിട്ട് ഇഷ്ടം പോലെ ആളുകൾ പുറത്തുണ്ട്. ആ ഒരു കാര്യം വിശദമായിട്ട് തന്നെ നമുക്ക് ഇന്ന് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് വാല്യൂ, മാർക്കറ്റിന്റെ എന്താണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയാൻ ഇരുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ ഈ ആഴ്ച നമുക്ക് ആ ഒരു ടോപ്പിക്ക് കൂടി പറയേണ്ടത് കൊണ്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻ ഈ പ്രാവശ്യം ഒഴിവാക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് അതിലേക്ക് കടക്കുന്ന സമയത്തേക്ക് നമ്മുടെ ടൈം കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതാണ് ഇൻട്രാക്ഷൻ. നമുക്ക് എല്ലാ ആഴ്ചയും നമ്മൾ പരസ്പരം പരിചയപ്പെടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ഇതേപോലെ വളരെ ചെറിയ 2-3 ഫ്ലവേഴ്സ് മതി. പക്ഷെ അതിൽ നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ വെച്ചിട്ട് ഒരു മനോഹരമായിട്ട് മൾട്ടി ലെയറിലായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അപ്പൊ ഒരു 3 ഫ്ലവറിന്റെ ഒരു വാല്യൂ അല്ല അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഒരു അഡീഷണൽ വാല്യൂ വരികയാണ്, അഡീഷണൽ ബ്യൂട്ടി വരികയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അപ്പൊ അതിന്റെ കളർ ബാലൻസിങ്ങിലാവട്ടെ, അതിന്റെ ഒരു എന്താണ് ഫ്ലവറിന്റെ ഒരു അറേഞ്ചിങ്ങിലാവട്ടെ. ഇപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് വെച്ചത് 3 ഫ്ലവറാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രീൻ ലീഫ് അവിടെ നിന്ന് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് ആ ഫ്ലവർ വെച്ചിരിക്കുന്ന പൊസിഷനിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ. ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക. ഇതിൽ എന്താണ് 2 കളറ് അതിന്റെ അഡീഷണൽ ആയിട്ട് കുറച്ച് എന്താണ് മെറ്റീരിയൽ അതിനോട് മാച്ച് ചെയ്യുന്ന കളറിലുള്ള റിബൺ, ഇങ്ങനെ കളർ മാച്ചിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഷേപ്പ്, അതിൻ്റെ അറേഞ്ചിങ്, അതിൽ ഒരു ക്യൂട്ടായിട്ടുള്ള കാർഡ്, ഇതൊക്കെ വെക്കുന്ന സമയത്ത് അതിനൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വരികയാണ്. ഇങ്ങനെ നമുക്ക് എവിടെയും ആരെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്താണ്. അല്ലാതെ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ